ഏത് മനുഷ്യന്റെയും ചങ്ക് തകർന്നു പോകുന്ന ഒരു നിമിഷം. നീ മാപ്പിംഗ് എന്നാണ്? എടാ ഇത് സ്റ്റാർട്ടിൽ ഞെക്കണം, എന്നാലേ ഇത് നീങ്ങോളൂ. മനസ്സിലായാ? നീ ഏതോരെ പഠിച്ച്? 5ാം ക്ലാസ് വരെ തുടർച്ചയായിട്ട് പോയി, പിന്നെ നന്നായി. അവൻ കാണുന്നൊരു കാഴ്ചയുണ്ട്. അവൻ്റെ പെണ്ണും അവൻ്റെ ഫ്രണ്ടും കൂടെയാണ് ആ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി വന്നത്. ഒരു നിമിഷം കൊണ്ടവൻ തകർന്നില്ലാതായിപ്പോയി. ഹലോ സച്ചു, നീ എവിടെ ഇരിക്കുന്നു? എടാ ഞാൻ വീട്ടിലുണ്ട്. എന്ത് പറ്റി? എടാ ഒന്നുമില്ല. വീട്ടിലാണ് പോലും. അവൻ വിളിക്കുന്നു. അല്ല, എന്തോ സീനുണ്ട്. നിന്നെ എന്നെ മാറി വിളിക്കുമായിരുന്നു. എനിക്ക് വയ്യ. ഹലോ എടാ, ഞാൻ വീട്ടില്. നീ സച്ചു ഇപ്പൊ ഒരു വീട്ടിലാണല്ലേ? എത്ര പേര് അനുഭവിച്ചിട്ടുണ്ടായിരിക്കും അല്ല ഇതേപോലെ ജീവിതത്തിൽ. രണ്ടുപേരെയും പിടിച്ചു നിർത്തിയുള്ള ഡയലോഗ് പ്രശ്നമില്ല. കാരണം ഇപ്പൊ ഈ പരിപാടി കാണുന്ന സ്ഥിതിക്ക് ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും നീ പോകും. പക്ഷെ നീ പോയത് ഇവന്റോട് ആയതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കിയത്. എനിക്കങ്ങനെ തോന്നിയളിയാ. ഇന്നത് ഇവിടെ താഴത്തലയിട്ട് കൊല്ലാനുള്ള ദേഷ്യം എനിക്കുണ്ട്. പക്ഷെ അങ്ങനെയല്ല. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, നമ്മളെ ചതിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന എന്താണെന്ന് നീ പറയുന്നത്. എടാ, എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ നിൻ്റെ അടുത്തൊന്ന് പറഞ്ഞു തരുന്നത് നീ അത് യൂസ് ആക്കിയാണ് നീ ഇപ്പം എന്നെ ഈ പരിപാടി കാണിച്ചത്. അത് ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞു തരുന്നതേ നീ എന്നെ സഹായിക്കുമെന്ന് വിചാരിച്ചിട്ടാ, അല്ലെങ്കിൽ നിൻ്റെ എന്നൊരു സഹായം പ്രതീക്ഷിച്ചിട്ടല്ല. അതെനിക്ക് നീ അത്രയ്ക്ക് ഇഷ്ടമായുണ്ടായിരുന്നു. അതാണ് നീ ഇവിടെ. എത്ര പേര് ജീവിതത്തിൽ അനുഭവിച്ചായിരിക്കല്ല ഈ ഒരു സിറ്റുവേഷൻ. കൂടെ നിന്ന് ചതിക്കുന്നവർ. എത്ര ആത്മാർത്ഥമായി സ്നേഹിച്ചവരായിരിക്കും ഇതേപോലെ തോറ്റുപോയേക്കുന്നത് ചിലർക്ക് മുന്നിൽ.